Welcome to the 6th episode of Oru Oona. Stay healthy. ഇന്നത്തെ ഊണിന് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ, ഒരു സവാള, ഒരു തണ്ട് കറിവേപ്പില, 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. വെളുത്തുള്ളി മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം സവാളയും മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചതച്ചെടുത്ത വെളുത്തുള്ളി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീനും ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് വിളമ്പാനായി മാറ്റി വയ്ക്കാം. മോര് കാച്ചാൻ ആവശ്യമായി മിക്സിയിലേക്ക് 1.5 കപ്പ് തൈരിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അടിച്ചെടുത്ത മോര് ഒരു ചട്ടിയിലേക്ക് പകർത്തുക. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ച് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 3 കുഞ്ഞുള്ളി, 1 കഷ്ണം പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ചേരുവകളെല്ലാം മോരിലേക്ക് ചേർത്ത് 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു ക്യാരറ്റ് തോരനും കൂടി തയ്യാറാക്കാം. അതും തേങ്ങ ഇല്ലാതെ തന്നെ. 3 ക്യാരറ്റ്, 1 കഷ്ണം ഇഞ്ചി, 1 കുഞ്ഞുള്ളി, 2 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില എടുക്കുക. ക്യാരറ്റ് നന്നായി ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്തത് പൊടിയൊന്ന് വഴറ്റി ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്തതിന് ശേഷം പച്ചമണം മാറി കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. 2 മിനിറ്റിന് ശേഷം ക്യാരറ്റ് തോരൻ വിളമ്പാൻ തയ്യാറായി. 2 വടകം അല്ലെങ്കിൽ 2 പപ്പടവും കൂടി നമുക്ക് ഈ ഊണിനായി കാച്ചിയെടുക്കാം. അങ്ങനെ ഒരു ഊണിനായി ചൂട് ചോറിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റും ക്യാരറ്റ് തോരനും വറുത്തെടുത്ത വടകവും കാച്ചിയ മോരും. എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യണം. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.